കോട്ടയം ജില്ലയിലെ മാർമല വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയും വെള്ളച്ചാട്ടവും ഒക്കെ അടിപൊളിയാണ്. ആ ദൂരെ കാണുന്നതാണ് ഇല്ലിക്കൽ കുന്ന്. രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളാണ്. അതിൻ്റെ ഇടയിലൂടെയുള്ള വഴിയിലൂടെയാണ് നമുക്ക് മർമല വാട്ടർഫോൾസ് കാണാൻ പോകേണ്ടത്. ഇത് അവിടെ വന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. റോഡിൻ്റെ സൈഡിലാണ് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ച അടിപൊളിയാണ്. ചുറ്റും മലകളാണ്. അതിൻ്റെ നടുക്കാണ് ഈ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ 30 രൂപ കൊടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് കയറി പോവാം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ച് നടന്ന് പോകേണ്ടി വരും. കാട്ടിലൂടെ കാട്ട് റോഡുണ്ട്. അവിടെ പോയാൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കട്ട് റോഡ്. ഇതിലൂടെ കുറച്ച് ദൂരം സഞ്ചരിക്കണം. അത്രയൊന്നും ഇല്ല, നടക്കേണ്ട ദൂരമേ. പോകുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലൂടെ പോകാൻ പാടില്ല, ഇതിലൂടെ പോകണമെന്നൊക്കെ. പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഫുൾ കാടാണ് ഇവിടെ. കാട്ടിലൂടെ കുറച്ച് നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഇത് കുറച്ച് ദൂരെ നിന്നുള്ള കാഴ്ചയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. ഇതിൻ്റെ അടുത്ത് വരെ പോകാം. ഇതാണ് വെള്ളച്ചാട്ടം. വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണ്. കുറച്ച് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഒരു 40 അടി മുകളിൽ നിന്ന് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. ഈ നവംബർ മാസത്തിലെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ താഴെ കുളം പോലെ ഒരു തടാകമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ പ്രവേശനമില്ല. അതിലെ ആഴങ്ങളിൽപ്പെട്ട് കുറേ പേർ മരിച്ചതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കുറേ പേർ പാറക്കെട്ടിൻ്റെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ദൂരെ നിന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണാം. ചുറ്റും വനപ്രദേശമാണ്. അതിൻ്റെ നടുക്കാണ് ഈ വെള്ളച്ചാട്ടം. താഴെയാണെങ്കിൽ ഫുൾ പാറക്കെട്ടുകളാണ്. ഇവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് കോട്ടയത്തിൽ നിന്ന് ഈരാറ്റുപേട്ട വരണം. ഈരാറ്റുപേട്ടയിൽ നിന്ന് 12 കിലോമീറ്ററാണ്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെ തീക്കോ എന്ന സ്ഥലത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം. ഇവിടുന്ന് വാഗമണിലേക്ക് ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. വെള്ളച്ചാട്ടം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം, സ്വിമ്മിങ് പ്ലേസിന്. ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വരുന്ന അരുവിയിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതും ഡേഞ്ചറാണ്. വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ കുളിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് ആ അരുവി. നല്ല വഴുക്കലൊക്കെ ഉണ്ട്. ഡേഞ്ചർ പ്ലേസ് ആണ്. എന്നാലും അഡ്വഞ്ചേഴ്സ് ആയിട്ട് ഇവിടെ കുളിക്കാം. എന്നാലും ഡേഞ്ചറായിട്ട് തന്നെ കുളിക്കുന്നത് കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. ഇവിടെ കുറേ പേർ കുളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൽ ഇറങ്ങി ഒന്ന് കാലൊക്കെ കഴുകി വേഗം തിരിച്ചു പോന്നു. കുളിക്കാനുള്ള സെറ്റപ്പിലല്ലായിരുന്നു. വേനൽക്കാലത്ത് ഇവിടെ കുളിക്കുന്നത് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. മഴക്കാലത്ത് പറ്റില്ലെന്ന് തോന്നുന്നു. മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും, ഒഴുക്കും ഉണ്ടാവും, വഴുക്കലും ഉണ്ട്. ഇവിടെ എൻജോയ്മെന്റ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു.